നമ്മുടെ ഈ ഹൈന്ദവ സഹോദരന്മാരൊക്കെ അവരെ കയ്യിൽ കെട്ടുന്നതായ ഒരു രാഗിച്ചരട്. എന്താ ഈ രാഗിച്ചരടിന്റെ അടിസ്ഥാനം? എന്താ? മുഗൾ രാജാവായിരുന്നതായ ഒരു രാജാവ്, ഭരണാധികാരി, അദ്ദേഹത്തെ രാത്രി സമയം കുറച്ച് ആളുകൾ കൊട്ടാരത്തിൽ നിന്നും ഇറക്കി കൊണ്ടുപോയി ഗംഗാനദിയുടെ തീരത്ത് വെച്ച് അദ്ദേഹത്തെ വധിച്ച് രാജാവിനെ അവിടെ ഇട്ടേച്ച് കണ്ടുപോയി. അതിനുശേഷം നേരം പുലരുന്നതായ സമയത്ത് ഒരു ഹിന്ദുവായ ധർമ്മനിഷ്ഠയായ ഒരു സ്ത്രീ ഗംഗാനദിയിലേക്ക് വന്നപ്പോൾ, അതിരാവിലെ ഗംഗാനദിയെ തൊട്ടുണർത്തുക എന്നുള്ളത് വലിയ താപസരാണ്, അവർക്ക് വലിയൊരു പുണ്യമുള്ള കാര്യമാണ്. അങ്ങനെ ഈ ഹിന്ദുവായ ധർമ്മനിഷ്ഠയായ സ്ത്രീ അവിടെ വന്നപ്പോ ഈ രാജാവ് മരണപ്പെട്ട് കിടക്കുന്നതാണ് കണ്ടത്. വേറെ ആരും അവിടെ ഇല്ല. അങ്ങനെ എന്തു ചെയ്തു? ഈ സ്ത്രീ ഈ രാജാവിന്റെ ശരീരം മടിയിലേക്ക് വെച്ച് അവിടെ ഇടയി. നേരം പുലർന്നപ്പോ നദീതീരത്തേക്ക് ഒരുപാട് ആളുകൾ വന്നു. എല്ലാ ആളുകളും വന്നപ്പോ രാജാവിന്റെ മകൻ വന്നപ്പോഴും ഈ രംഗമാണ് കണ്ടത്. കാരണം ഒരു മുസ്ലിം ഭരണാധികാരിയാണ്, മുസ്ലിം രാജാവാണ്. ആ രാജാവിന്റെ ഒരു ശരീരമാണ് ഈ ഹൈന്ദവയായ ഒരു സ്ത്രീ മടിയിൽ വെച്ച് കണ്ടിരിക്കുന്നത്. നേരം പുലരുന്നത് വരെ സ്വന്തം ഉപ്പയുടെ ശരീരം മടിയിൽ വെച്ച് ഇങ്ങനെ കാത്തിരുന്നതായ ആ സ്ത്രീ. അങ്ങനെ രാജാവിന്റെ സംസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതിനുശേഷം രാജാവിന്റെ മകൻ, ആ രാജകുമാരൻ, ഔദ്യോഗിക ബഹുമതികളോടുകൂടി കെട്ടിക്കൊടുത്തതാണ് ഈ രാഗിച്ചരട് എന്നുള്ളത്. അതാണ് അതിന്റെ അടിസ്ഥാനം.